നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പേട്ടയിൽ റെയിൽവേ ട്രാക്കിൽ മേഘ എന്ന് പറയുന്ന IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയാണ്. ഒരു സുഹൃത്തിനെയാണ് ഇപ്പോൾ കുടുംബമടക്കം ദുരൂഹത ആരോപിച്ചുകൊണ്ട് ഈ ഒരു പേരാണ് ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ആ സുഹൃത്തിനെതിരെ ഒരു തരത്തിലുള്ള ആക്ഷനും എടുത്തിട്ടില്ല. കാരണം കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം. അവസാന നിമിഷം മേഘ ആരോടോ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. പക്ഷേ അത് ആരോടാണ് എന്നുള്ളതിൽ ഇതുവരെയായിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മേഘയുടെ ഫോൺ വീണ്ടെടുക്കാൻ സാധിക്കില്ല. കാരണം അത് റെയിൽവേ ട്രാക്കിൽ ഛന്നഭിന്നമായിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇനി സൈബർ സെൽ വിദഗ്ധരുടെ അടക്കം സഹായത്തോടെ മാത്രമായിരിക്കും ഈ ഒരു കോൾ ലിസ്റ്റിലെ വിവരങ്ങൾ പുറത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനിടയിൽ ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ IB ഉദ്യോഗസ്ഥൻ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. രണ്ടുപേരും ഒരേ മേഖലയിൽ ജോലി ചെയ്തിരുന്നതാൽ തന്നെ അവിടെ സഹപ്രവർത്തകർക്കെല്ലാം തന്നെ കൃത്യമായി അറിയുന്നുണ്ടാവും. ഏതായാലും ഇപ്പോൾ നിലവിൽ IB ഉദ്യോഗസ്ഥൻ ഒളിവിൽ പോയിരിക്കുകയാണ്. ഏതായാലും IB അടക്കം അന്വേഷണം നടത്തുന്ന സ്ഥിതിക്ക് കൃത്യമായിട്ട് എന്തായിരിക്കും മേഘയുടെ മരണത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംശയനിഴലിലുള്ള ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. മേഘയും ഈ യുവാവും സർവീസിൽ കയറിയിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. പ്രൊബേഷൻ കാലം കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ IBക്ക് അവമതിപ്പുണ്ടാക്കിയതിന് യുവാവിനെ സർവീസിൽ നിന്നും പുറത്താക്കാനും സാധ്യതയുണ്ടെന്നാണ് ചില വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എല്ലാ വശങ്ങളും IB പരിശോധിക്കുകയാണ്. ഇതിൽ ഈ യുവാവിൻ്റെ ഭാഗത്ത് തെറ്റുകളില്ലെങ്കിൽ അതും പറയുന്ന IB പരിശോധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മേഘയെ എന്താണ് ഈ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ള കാര്യം കൂടെ IB വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ്. ഡൽഹിയിൽ ഇക്കാര്യത്തിൽ ഉടൻ വ്യക്തതയുള്ള ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മേഘയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയത് മലപ്പുറത്തുകാരനായ ഈ IB ഉദ്യോഗസ്ഥനാണെന്ന് വ്യക്തമായിട്ടുണ്ട്. മേഘയുടെ സഹപ്രവർത്തകരും ഇത്തരത്തിൽ നിലപാട് എടുത്തു കഴിഞ്ഞു. മാത്രമല്ല ഈ ഒരു IB ഉദ്യോഗസ്ഥനുമായിട്ട് മേഘയ്ക്ക് അടുപ്പമുണ്ട് എന്ന് വീട്ടുകാരടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു സൗഹൃദമായിരുന്നു. പിന്നീട് വീട്ടുകാർക്കൊന്നും തന്നെ യാതൊരു താല്പര്യം ഈ ബന്ധത്തിലില്ലായിരുന്നു. പിന്നെ മേഘയുടെ ഇഷ്ടത്തിന് വഴങ്ങുകയായിരുന്നു അവർ. പക്ഷേ വിവാഹം ഉറപ്പിക്കുക, അങ്ങനെ വാക്കാൽ ഉറപ്പിക്കുക, അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു യുവാവുമായി മേഘയ്ക്ക് അടുപ്പമുണ്ട് എന്നുള്ള കാര്യം വീട്ടുകാർക്കും ബന്ധുക്കൾക്കടക്കം തന്നെ കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മേഘയുടെ വാർത്ത പുറത്തു വന്നപ്പോൾ ഈ ഒരു സംശയത്തിൻ്റെ നിഴൽ ഈ ഒരു ഉദ്യോഗസ്ഥന് മേൽ പതിഞ്ഞത്. കേരള പോലീസിലും ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ആരോപണ വിധേയനെതിരെ ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുക്കാൻ സാധ്യതയുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു മേഘയുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. കാരണം അന്ന് ലോക്കോ പൈലറ്റ് അടക്കം നൽകിയിട്ടുള്ള മൊഴിയിൽ പറഞ്ഞിരുന്നത് മേഘ ആരോടോ ഈ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് ആരോടോ ഫോണിലൂടെ സംസാരിച്ചു കൊണ്ട് വരികയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ആ ഒരു അത്രയും വേദന കൊണ്ട് ആ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവസാനമായിട്ട് ആ സംസാരിച്ചിരിക്കുന്നത് ആരോടാണ് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ ഉടനടി ഈ ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാൻ സാധിക്കാത്തത്. കാരണം അതിനെയൊക്കെ തെളിയിക്കുന്ന തെളിവുകൾ ആദ്യം പോലീസിൻ്റെ കയ്യിലുണ്ട്. വെറും ഒരു സംശയത്തിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പോലീസിനെ കൊണ്ട് സാധിക്കില്ല. പിന്നെ ഒരു IB ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ നിന്ന് ഈ ഒരു വിവരങ്ങൾ കോൾ ലിസ്റ്റ് അടക്കം സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ എടുക്കേണ്ടതുണ്ട്. കാരണം ഫോൺ ചിന്നിച്ചിതറിയിട്ടുണ്ട്. 3 കഷ്ണങ്ങളായിട്ടാണ് ഫോൺ കിടക്കുന്നുണ്ടായിരുന്നത് എന്നാണ് അവിടെ നിന്ന് തെളിവുകൾ ശേഖരിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റ് ഫോണിലുള്ള വാട്സപ്പ് ചാറ്റുകളും കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കണം. ആ ഒരു ഫോണിൽ മേഘയെ ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ആ ലാസ്റ്റ് മണിക്കൂറിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നാൽ മാത്രമാണ് പോലീസിനും എന്തെങ്കിലും ഒരു ആക്ഷൻ ഈ പറയുന്ന സംശയത്തിന്റെ നിഴലിലുള്ള ഈ ഒരു IB ഉദ്യോഗസ്ഥനെതിരെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തിങ്കളാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ മേഘയെ കണ്ടത്. വിമാനത്താവളത്തിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അവിടെ മരിച്ച നിലയിൽ കണ്ടത്. തിങ്കളാഴ്ച രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം രാവിലെ 6 മണിക്ക് മേഘ തന്നെ വിളിച്ചിരുന്നുവെന്ന് അച്ഛൻ മധുസൂദനനും മാധ്യമങ്ങളോടടക്കം ഇന്നലെ പ്രതികരിക്കുമ്പോൾ പറഞ്ഞിരുന്നു.
ഭക്ഷണ പാഴ്സൽ വാങ്ങിയ ശേഷം റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ട്രെയിൻ തട്ടി അപകടത്തിൽ മരിച്ചു എന്ന വിവരമാണ് കേട്ടത്. ജോലി സംബന്ധമായ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. താമസിക്കുന്ന സ്ഥലത്ത് റെയിൽവേ ട്രാക്കുമില്ല. അതുകൊണ്ട് തന്നെ പേട്ടയിലെ റെയിൽവേ ട്രാക്കിലേക്ക് എത്താനിടയായ സാഹചര്യവും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ട്രാക്കിലൂടെ മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് പോവുകയായിരുന്നുവെന്നാണ് അറിഞ്ഞത്. ആരാണ് മൊബൈൽ ഫോണിൽ വിളിച്ചത്, ആരുമായാണ് സംസാരിച്ചത് എന്നീ കാര്യങ്ങളും അന്വേഷിക്കണമെന്നും അച്ഛൻ മധുസൂദനൻ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണം നടത്തുമെന്നും IB അറിയിച്ചതായി മേഘയുടെ ബന്ധുക്കളടക്കം പരാതി നൽകിയിട്ടുണ്ട്. മേഘയുടെ ഫോൺ രേഖകളിൽ നിന്ന് വിളിച്ചത് ആരെന്ന് IB തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മേഘയുടെ ഫോൺ ചിഹ്ന ഭിന്നമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വിവരങ്ങൾ കിട്ടുക അസാധ്യമാണ്. മേഘ ഫോറൻസിക് സയൻസ് പഠന പരിശീലനത്തിന്റെ ഭാഗമായി പഞ്ചാബിൽ പോയപ്പോഴാണ് ഈ പറയുന്ന ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ മാത്രം നിൽക്കുന്ന ഈ ഒരു ഉദ്യോഗസ്ഥനായിട്ട് അടുപ്പത്തിലായത്. പിന്നീട് വീട്ടുകാരൊക്കെ ശക്തമായി എതിർത്തപ്പോഴും മേഘയുടെ ഇഷ്ടത്തിന് വഴങ്ങുകയായിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് ഇവരുടെ ബന്ധത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം വീട്ടുകാർക്കും കൃത്യമായ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടി ഇനി ഒരു യുവാവിനെ ഒരുപക്ഷെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും അതിൽ എന്തെങ്കിലും വ്യക്തത വരികയുള്ളൂ. യുവാവ് പിന്മാറിയതാകാം മേഘയുടെ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളടക്കം സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിലെല്ലാം തന്നെ ഒരു വ്യക്തത വരണമെങ്കിൽ ആ ഫോണിൽ അടങ്ങിയിട്ടുള്ള വിവരങ്ങൾ, അതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ അനുസരിച്ച് മാത്രമായിരിക്കും അടുത്ത നടപടികൾ ലഭിക്കുകയുള്ളൂ. ജോലിയിൽ അവധിയെടുത്ത് IAS പോകുന്നതിനുള്ള ആലോചനകളൊക്കെ നടക്കുന്നതിനിടെയാണ് മേഘയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വീട്ടുകാരടക്കം പറയുന്നത്. അതായത് കൃത്യമായിട്ട് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ലൊരു ജോലിയും എല്ലാം തന്നെ സ്വപ്നം കണ്ട് അത് നേടുകയും ചെയ്ത് വീണ്ടും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം എടുക്കണം, അല്ലെങ്കിൽ അതിലേക്ക് കൂടെ പ്രവേശിക്കണം എന്നുള്ള സ്വപ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്നുള്ളതൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. നമ്മുടെ കേരളത്തിലടക്കം നമ്മളിപ്പോൾ അടുത്തടുത്ത് വരുന്ന, നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്, ഒരുപാട് വാർത്തകളാണ്, ഇത്തരത്തിൽ നടക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിരവധി ആത്മഹത്യാ വാർത്തകളും ഒരുപോലെ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും പല സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയായിരിക്കും അത്തരത്തിൽ പല ആളുകളും ആത്മഹത്യ എന്നുള്ള വഴി തിരഞ്ഞെടുക്കുന്നത്. ഈ കേരളത്തിലെ തന്നെ കഴിഞ്ഞ ഒരു 10-11 വർഷത്തെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ആത്മഹത്യകൾ ഞെട്ടിക്കുന്ന തോതിലാണ്. 2013 കേരളത്തിൽ 8646 പേർ ആത്മഹത്യ ചെയ്തപ്പോൾ 2023 അത് 10972 ഉയർന്നിട്ടുണ്ട്. അതായത് 27% വർധനയാണ് ഈ ഒരു വർഷത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആത്മഹത്യാ നിരക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 2013 1 ലക്ഷം ജനസംഖ്യയിൽ 24.6 പേർ ആത്മഹത്യ ചെയ്തപ്പോൾ 2023 ഈ നിരക്ക് ലക്ഷത്തിൽ 30.9 മാറിയിട്ടുണ്ട്. ആത്മഹത്യാ നിരക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗണ്യമായ ഈ വർധന കേരളത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, ആരോഗ്യ മേഖലകളിലും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കാണാതിരുന്നുകൂടാ. കേരളത്തിൽ 100-ൽ 80% ആത്മഹത്യകളും പുരുഷന്മാർക്കിടയിലാണ്. ആത്മഹത്യ ചെയ്തവരിൽ 57% ആത്മഹത്യകളും സംഭവിച്ചിട്ടുള്ളത് 45 വയസ്സിന് മേലെ പ്രായമുള്ളവരിലാണ്. ശാരീരിക, മാനസിക രോഗങ്ങളും ഒറ്റപ്പെടലുകളും സാമ്പത്തിക പ്രശ്നങ്ങളുമായിരിക്കാം ഈ പ്രായപരിധിയിലുള്ളവരെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണം. 77% പേരും വിവാഹിതരായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിവാഹിതരിലും കുടുംബ ബന്ധങ്ങൾ വേർപ്പെടുത്തുന്നവരിലുമാണ് ആത്മഹത്യ കൂടുതൽ. 47% പേരും കുടുംബ പ്രശ്നങ്ങൾ മൂലമാണ് ആത്മഹത്യ ചെയ്തത്. കേരളത്തിൽ വിവാഹം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആത്മഹത്യ ചെയ്തവരിൽ നല്ലൊരു ശതമാനം കുടുംബിനികളായിരുന്നു എന്നത് ഈ ചിന്തയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഏതായാലും ആത്മഹത്യ ഒന്നും തന്നെ ഒന്നിനും പരിഹാരമല്ല. ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയെങ്കിലും നമ്മൾ കേൾക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് ഉള്ളത്.